മോനമ്പിള്ള, അത് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത മധ്യ ഇസ്രായേലിൽ ഇറാന്റെ രൂക്ഷമായ ആക്രമണം എന്നുള്ളതാണ്. ടെലവീവിനടുത്ത് ബിനൈ ബ്രാക്കിലും റോഷായ് നഗരത്തിലുമാണ് ആക്രമണം ഉണ്ടായത്. കുറേയധികം അവിടെ ഇസ്രായേലുകൾക്ക് പരിക്കുണ്ട്. സ്വാഭാവികം നിരപരാധികളാവണം ഇവിടെ കൊല്ലപ്പെടുന്നത് പോലെ. മോനമ്പിള്ള, ഇത് നോക്കൂ, ഇറാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആകാശം നഗ്നമാണ്. നോക്കൂ, അവരുടെ പ്രസിഡന്റിന്റെ വീടിന് തൊട്ട് മുകളിൽ പോലും ഏതെങ്കിലും തരത്തിൽ വ്യോമ പ്രതിരോധം തീർക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഏതെങ്കിലും ഇപ്പോൾ ഖത്തർ വെടിവെച്ചിട്ട് സുഖോയിയാണ്. ഏത് കാലത്തെ യുദ്ധത്തിലാണ് സുഖോയി ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ അവർക്ക് വ്യോമം എന്ന് പറയുന്ന മേഖല അട്ടർ ഫെയിലുവർ, പരമപൂജ്യം. അവർക്കാകെയുള്ളത് ഡ്രോണും കുറച്ച് മിസൈലുകളും. അത് വെച്ച് എങ്ങനെയാണെന്ന് ഈ സമയവും ഇപ്പോൾ നേരത്തെ ഇറാൻ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നത്, ഇപ്പോൾ നടക്കുന്നത് ചുട്ടരിക്കലാണ്, തീമഴയാണ്. 200 ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം ഇന്ന് താഴോട്ട് ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ബോംബാണ്? ഇറാന്റെ കയ്യിലുള്ള പുരാതന ബോംബല്ല, അത്യാധുനിക ബോംബ്, അമേരിക്ക ഇസ്രായേലിലെ ബോംബ്. ആ സമയത്തും എങ്ങനെയാണ് ഈ മിസൈലുകൾ തൊടുക്കാൻ ഇറാന് കഴിവ് കിട്ടുന്നത്? ശ്രീ മോനമ്പിള്ള. ശ്രീ അഷ്മി, D-Day മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് അതാണ്. ഞാനത് എല്ലായ്പ്പോഴും ഒരുപക്ഷെ പറയുന്നതിൽ ചേഞ്ചസ് ഇന്നുവരെ വരുത്തിയിട്ടില്ല. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ഈ സഖ്യകക്ഷികൾ ഇറാന്റെ നേരെ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വാർ എന്നുള്ള അതിന് എഗനിസ്റ്റ് ആയിട്ടാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു ഈച്ച കൊള്ളണമെന്നുണ്ടെങ്കിൽ വലിയ തോക്കും കൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു അറ്റ്ലീസ്റ്റ് സം കൈൻഡ് ഓഫ് പാരിറ്റി ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ഇവിടെ അവരുടെ വീണ്ടും ഞാൻ ആ പറഞ്ഞതിലോട്ട് വരുന്നത്, ഇവരുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. എല്ലാവരും പറയുന്നത് ഇത് യുദ്ധം നീണ്ടു നിൽക്കും. ഇതൊന്നും നീണ്ടു നിൽക്കില്ല. അതായത് ഹാഷ്മി അവരുടെ ആദ്യത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അവരുദ്ദേശിച്ച മാതിരി ടോട്ടൽ ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു അനാർക്കിക് സിറ്റുവേഷൻ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവരുടെ മുന്നിൽ വേറെ വഴിയില്ല. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വെപ്പൺ ഹെവി വോളിയം ഓഫ് ഫയർ പവർ, അത് മാത്രം ബൊംബാർഡ്മെന്റ് നടത്തി ഇറാനെ ഒരു ഷേപ്പ്ലെസ് ആക്കി, എന്നിട്ട് മുഖം രക്ഷിച്ച് യൂണിലാറ്ററൽ സീസ് ഫയർ, ഐ മീൻ ടു സേ ദ യൂണിലാറ്ററൽ സീസ് ഫയർ, അതായത് US-ഉം ഇസ്രയേലും കൂടി ചേർന്ന് ഒരു യൂണിലാറ്ററൽ സീസ് ഫയർ ചെയ്ത് തിരിച്ചു വരും. ഒരു പ്രാവശ്യം അവരത് 2 ദിവസം മുമ്പേ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, ബാക്കി നിങ്ങൾ ചെയ്തു. പക്ഷെ അതിനൊരു റെസ്പോൺസ് കിട്ടിയില്ല. എവിടുന്ന്? ഇറാനിന്റെ പബ്ലിക് ഒപ്പീനിയൻ വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. അപ്പം അവരുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ അവിടെ ഒരു മീഡിയേഷൻ വന്ന് ഇറാൻ ഒരു കാരണവശാലും മീഡിയേഷൻ ആഗ്രഹിക്കുന്നില്ല ആസ് ഓഫ് നൗ. അവർക്ക് വേണ്ടത്, കാര്യം യുദ്ധം നടക്കുന്ന എത്ര വലിയ പൊന്നു തമ്പുരാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും, മോസ്റ്റ് സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാലും അവരുടെ വെപ്പണും ഷോർട്ടേജ് വരും. അതായത് എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. ആ ഷോർട്ടേജ് വന്നു കഴിയുമ്പോൾ നഷ്ടം രണ്ടു കൂട്ടർക്കുമുണ്ട്. ഇവരുടെ കാൽക്കുലേഷൻ വെച്ച് കുറവായിരിക്കും. ഇറാന്റെ കയ്യിലുള്ളത് ഷോർട്ട് റേഞ്ച് മിസൈലുകളും ICBM അല്ലെ ഫത്തയും ഒക്കെയാണ്. ഈ ഫത്ത ഇന്നത്തെ 2-3 കേസുകൾ നമ്മൾ ഫോറിൻ മീഡിയ ഒക്കെ കാണിച്ചത്, വിദേശ മീഡിയ കാണിച്ചത്, ഫത്ത 6 or 7 ഇസ്രയേലിന്റെ ഇന്റർസെപ്റ്ററെ കബളിപ്പിച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ പ്രസന്റ് സിറ്റുവേഷനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഇറാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ഇറാൻ അവരുടെ അവസാന ആയുധം വരെ എടുക്കും. പക്ഷേ അത് ലാസ്റ്റ് വരെ ആയിരിക്കും. ഇതിനു മുമ്പ് പറഞ്ഞല്ലോ കാര്യം, പലസ്തീനിലെ ഒരു ചുരുങ്ങിയ ഏരിയയിൽ പോലും എത്രയോ നാള് കരയുദ്ധത്തിൽ അവരെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇനി മുഖം രക്ഷിക്കുന്ന നടപടി മാത്രമേ ഇനി അമേരിക്കയുടെ മുന്നിലുള്ളൂ, ഇസ്രയേലിന്റെ മുന്നിലുള്ളൂ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇതാണ് കാര്യം. അമേരിക്ക ഫസ്റ്റിന് പകരം ഇസ്രയേൽ ഫസ്റ്റ് എന്നുള്ള രീതി വന്നിട്ട് ഇസ്രയേൽ അമേരിക്കയെ ഹൈജാക്ക് ചെയ്ത് അമേരിക്കയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ നടത്തിയത് ഇസ്രയേലായിരുന്നു. ഇസ്രയേൽ നടത്തിയപ്പോൾ അമേരിക്ക 2 ദിവസം മുമ്പേ ടിക്ക് ഓഫ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് മുഖം നഷ്ടപ്പെട്ട ട്രംപ് പറഞ്ഞത് കേൾക്കാതെ ഇസ്രയേൽ വീണ്ടും അറ്റാക്ക് ചെയ്തപ്പോൾ ട്രംപിന് വീണ്ടും നാണക്കേടായി. അതിനുശേഷം ട്രംപ് എന്ത് ഡീൽ വന്നാലും ഏതോ ഡീൽ വെച്ചാണെങ്കിലും ഇസ്രയേലിനെ വീണ്ടും കൊണ്ടുവന്നു. ആ പകയാണെന്നേ ഇപ്പോൾ വീണ്ടും ഈ പ്രോക്സികളുടെ ഏരിയയിലോട്ടാണല്ലോ ഇസ്രയേൽ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ ടാർഗറ്റ് വളരെ ക്ലിയർ ആണ്, 3HS. അതാണ് അവരുടെ ടാർഗറ്റ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾമോസ്റ്റ് മാക്സിമം ബൊംബാർഡ്മെന്റ് ചെയ്ത് ഇറാനെ അങ്ങ് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിൽഡിങ്സും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും കുറയ്ക്കുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ മറിച്ച് അവരുടെ ഉദ്ദേശം വീണ്ടും ആ ഹൂതികളിലോട്ടോ ഹിസ്ബുള്ളയുടെ കയ്യിലോട്ടോ ഉള്ള അവരെ ഒഴിവാക്കുക എന്നുള്ള ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിളിലോട്ടാണ് വീണ്ടും പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട് അഗെയിൻ ഐ ആം സേയിങ്, സയനിസം എഗനിസ്റ്റ് ഇസ്ലാമിസം.
ആ ഒരു പോയിന്റിലോട്ടാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനകത്ത് ഇറാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഫോർ ദ യൂണിഫിക്കേഷൻ. ഒരു പ്രാവശ്യം അവർ പറഞ്ഞു ഈ അറ്റാക്ക് എല്ലാം ഇസ്ലാമിക രാജ്യത്തിനെതിരായിട്ടുള്ളതാണെന്ന്. എന്നിട്ടും ഈ മോഡേൺ രാജ്യങ്ങൾ, മോഡേൺ സിറ്റുവേഷനിൽ ഈ ചെറു രാജ്യങ്ങൾ അതിനോട് പ്രതികരിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് ഐഡിയോളജി ഫസ്റ്റ് അല്ല, അവർക്ക് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഗുഡ് വേ ഓഫ് ലിവിങ്ങും അവരുടെ ലൈഫ് സ്റ്റൈലുമാണ്. ഈ ചെറിയ ചെറിയ GCC രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റും അതുപോലെയുള്ള ആ ഒരു കാര്യങ്ങളും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അതിൽ ഡാമേജ് വരുന്നതിനോട് ഒരു രാജ്യവും ഐഡിയോളജി മാറ്റിവെച്ചിട്ട് ഒരു രാജ്യവും മുന്നോട്ട് വരില്ല. അതാണ് അതിനകത്തെ ക്രക്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് ഇസ്രയേലിന്റെയും US-ന്റെയും മുന്നിൽ ഈ ഒരു വഴിയല്ലാതെ, ഞാൻ എന്നും പറയുന്നു, ഈ ഒരു വഴിയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. കാര്യം ഇത് ചൈനയ്ക്ക് നല്ലതുപോലെ അറിയാം. ചൈന ഒരിക്കലും അതിനകത്ത് മീഡിയേഷൻ വരില്ല. ചൈനയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരു ഏരിയയിലും ചൈന ഇടപെടത്തില്ല. അതാണ് ചൈന ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ചൈനയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ചൈന ഇടപെടും. നേരെ മറിച്ച് US എന്ന് പറയുന്നത് അൺനെസസറി ആയിട്ട് അവരുടെ മാർക്കറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.